നമസ്കാരം. താഴ്വാരം. രചന ബിജു കെ വി. അവിടേക്ക് നടക്കുന്തോറും ഗിരിധന്റെ മുഖം ശ്മശാനമൂകമായിരുന്നു. മുറിയിലെ ഷെൽഫിനുള്ളിൽ പൊടിപിടിച്ച് മുറുക്കാൻ പെട്ടിയുടെ വലിപ്പത്തിൽ ഒരു ചെപ്പ്. ഗിരിധർ വിറയാർന്ന കൈകൾ ആ ചെപ്പെടുത്തു. കുട്ടേട്ടാ, ഇത് കണ്ടോ? ദാ ഇതാണ് എൻ്റെ മനസ്സ്. കുട്ടേട്ടൻ്റെ ഓരോ കത്തും ഈ ചെപ്പിനുള്ളിലാ. അപ്പോനെ കൊണ്ടുപോലും ഞാൻ ഇത് തൊടിക്കാറില്ല. ഇതില്ലാതായാൽ ഞാൻ മരിക്കും. ഗിരിധരന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ ചെപ്പിന് മുകളിലേക്ക് വീണു. ആശയും ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ മരവിച്ച ആ മുഖം കോമളന്റെ സാറേ എന്ന വിളിയോടെയാണ് ഉണർന്നത്. ഗിരിധർ മുഖമുയർത്തി കോമളനെ നോക്കി. എല്ലാം കണ്ടു കഴിഞ്ഞോ? ഈ മുറി പപ്പുമാഷിന്റെ മോളുടേതാണ്. ഈ മുറിയിൽ അവരുടേതായ കുറച്ച് സാധനങ്ങൾ കിടപ്പുണ്ട്. അതെല്ലാം നമുക്ക് ക്ലീനാക്കാം. ഇത് പറഞ്ഞുകൊണ്ട് കോമളൻ പുറത്തേക്കിറങ്ങി. ശ്യാമിലി ആ സമയത്ത് വീട് മുഴുവൻ ചുറ്റിക്കാണുകയായിരുന്നു. ഗിരിധർ ആ ആമാടപ്പെട്ടി അവിടെ വെച്ചിട്ട് അവിടെ നിന്നും ഇറങ്ങി. ചെർപ്പുളശ്ശേരിയിലെ മറ്റൊരു വീട്ടിൽ ഭയങ്കര വഴക്ക് നടക്കുകയാണ്. പാത്രങ്ങളും കസേരകളും എറിഞ്ഞുടയ്ക്കുന്ന ശബ്ദം. 2 നില വീടാണ്. അലസമായ മുറ്റം. 2 കാറും ഒരു മോഡേൺ ബൈക്കിൽ പോർച്ചിൽ കിടപ്പുണ്ട്. വീടിനുള്ളിൽ സംസാരം ഉച്ചത്തിൽ കേൾക്കാം. നിന്റെ തോന്നിവാസം ഇനിയും നടക്കില്ല. നീ എന്തെല്ലാം പ്രശ്നമുണ്ടാക്കിയാൽ. അച്ഛൻ ഗോപി മകനോട് രോക്ഷാകുലനായി സംസാരിക്കുകയാണ്. മകൻ ലാലു ലഹരിക്കടിമപ്പെട്ട് ചുവന്ന കണ്ണുകളോടെ ഭ്രാന്തനെ പോലെ അച്ഛനെ അതിരൂക്ഷമായി നോക്കി. എന്നിട്ട് പറഞ്ഞു, നടത്തും, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും. കൊല്ലടാ, ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ, ആ അച്ഛനെ തന്നെ നീ കൊല്ല്. കരഞ്ഞു കലങ്ങി കണ്ണ് സാരത്തുമ്പാൽ തുടച്ചിട്ട് ലാലുവിൻ്റെ അമ്മ പറഞ്ഞു. അച്ഛൻ വിറയാർന്ന കൈകൾ കൊണ്ട് സോഫയുടെ അറ്റത്ത് പിടിച്ച് പതുക്കെ സോഫയിലിരുന്നു. മകൻ പിന്നെയും മലറി, നിങ്ങളെനിക്ക് കാശ് തരുന്നുണ്ടോ? തരില്ല. ഇനിയും നീ നശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ലാലു ഭ്രാന്തനെ പോലെ അലറി അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അത് കണ്ട് അച്ഛൻ ചാടി എഴുന്നേറ്റു. നിർത്തടാ, ഞാൻ തരാം, നീ നശിക്ക്, ഞങ്ങളെ വെറുതെ വിട്. എന്നിട്ട് ആ അച്ഛൻ വിങ്ങിക്കരഞ്ഞു. അത് കേട്ട മകന്റെ മുഖത്ത് വിടർന്ന പുഞ്ചിരിയുടെ ഭാവം സ്വർഗതുല്യമായിരുന്നു. അമ്മ ഭിത്തിയിൽ നിന്നും താഴേക്ക് ഊർന്നിറങ്ങി. ആ മുഖത്ത് അവനെ പ്രസവിച്ചതിൻ്റെ കുറ്റബോധം മാത്രം. അച്ഛൻ പണം മകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പണം കിട്ടിയ വെപ്രാളത്തിൽ പുത്തൻ ബൈക്കുമായി അവൻ എങ്ങോട്ടോ പാഞ്ഞുപോയി. ഗോപി പതുക്കെ തൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് നടന്നു. അവളുടെ കൂടെ ഇരുന്നു. എന്നിട്ട് അവളുടെ തലയിൽ വെള്ളിത്തലോടി. പോട്ടെ, സാരമില്ല. എന്നിട്ടൊരു ദീർഘനിശ്വാസത്തിൻ്റെ അകമ്പടിയോടെ പറഞ്ഞു, മുൻജന്മത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായിരിക്കും. ഇങ്ങനെ മകനാൽ പറഞ്ഞു മുഴുവിക്കാതെ തലകുനിച്ച് കണ്ണീർ വാർത്തു. ഭാര്യ പാതി മുഖമുയർത്തി ഗോപിയെ നോക്കി. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എന്നിട്ട് മെല്ലെ അയാളുടെ തോളിലേക്ക് ചരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നാലും എങ്ങനെയാ അവൻ ഇങ്ങനായത്? ആരാ അവനെ ഇങ്ങനെ ആക്കിയത്?